ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ലോകത്തിൽ പ്രത്യേകിച്ച് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തിയ ഒരു കമ്പനിയുടെ കഥയാണ്. റാൻബാക്സി എന്ന പേര് ഒരു കാലത്ത് നമുക്ക് അഭിമാനമായിരുന്നു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല മരുന്നുകൾ എത്തിക്കുന്ന ഒരു വലിയ കമ്പനി. പക്ഷേ ആ പേരിന് പിന്നിൽ ഒളിപ്പിച്ചു വെച്ചത് ലാഭക്കൊതിയുടെ, മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത കൊടുംചതിയുടെ ഒരു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു. റാൻബാക്സി ഒരു വിജയഗാഥയായിരുന്നില്ല, മറിച്ച് ലോകാരോഗ്യ രംഗത്ത് ഇന്ത്യയുടെ വിശ്വാസ്യതയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ മുറിപ്പാടുകളിൽ ഒന്നാണ്. ഇത് വെറും ഒരു കോർപ്പറേറ്റ് തട്ടിപ്പല്ല, മറിച്ച് ദശലക്ഷക്കണക്കിന് രോഗികളുടെ ജീവൻ പന്താടിയ ഒരു മനുഷ്യത്വമില്ലാത്ത കുറ്റകൃത്യത്തിന്റെ ചരിത്രമാണ്. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വലിയ തട്ടിപ്പിന്റെ ചുരുളഴിയുന്നത് ആരുടെ മുന്നിൽ നിന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ദിനേശ് ഠാക്കൂർ എന്നൊരു സാധാരണക്കാരനിൽ നിന്ന്. അദ്ദേഹം അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം നേടി മരുന്ന് നിർമ്മാണ രംഗത്ത് കഴിവ് തെളിയിച്ച ഒരാളായിരുന്നു. വലിയ പ്രതീക്ഷകളോടെയാണ് അദ്ദേഹം റാൻബാക്സിയിൽ ചേരുന്നത്. കമ്പനിയുടെ ഗവേഷണ വിഭാഗത്തിന്റെ തലപ്പത്തെത്തിയപ്പോഴാണ് താൻ ജോലി ചെയ്യുന്ന സ്ഥാപനം ഒരു മരുന്ന് നിർമ്മാണശാലയല്ല, മറിച്ച് ഒരു തട്ടിപ്പ് കേന്ദ്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. റാൻബാക്സി അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും മരുന്നുകൾ കയറ്റി അയച്ചിരുന്നത് അവിടുത്തെ റെഗുലേറ്ററി അതോറിറ്റികളായ FDA പോലുള്ള ഏജൻസികളെ കബളിപ്പിച്ചുകൊണ്ടായിരുന്നു. മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടത്തേണ്ട ടെസ്റ്റുകളുടെ ഡാറ്റയിൽ അവർ വ്യാപകമായി കള്ളത്തരം കാണിച്ചു. ഒരു മരുന്ന് വിപണിയിൽ ഇറക്കുന്നതിന് മുൻപ് അതിന്റെ സ്ഥിരത, സുരക്ഷ, ഫലപ്രാപ്തി എന്നിവയെല്ലാം തെളിയിക്കുന്ന ആയിരക്കണക്കിന് രേഖകൾ സമർപ്പിക്കണം. റാൻബാക്സി ചെയ്തതോ ഈ രേഖകളെല്ലാം വ്യാജമായി ഉണ്ടാക്കി. പരാജയപ്പെട്ട ടെസ്റ്റുകളെ വിജയിച്ചതാക്കി മാറ്റി. കാലാവധി കഴിഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് മരുന്നുണ്ടാക്കി. ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ മികച്ചതാണെന്ന് കള്ള റിപ്പോർട്ടുകൾ നൽകി. ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാതെ ദിനേശ് ഠാക്കൂർ കമ്പനിക്കുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് മുന്നിൽ ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചു. സെൽഫ് അസസ്മെന്റ് റിപ്പോർട്ട് അഥവാ SAR എന്നറിയപ്പെട്ട ആ രേഖ റാൻബാക്സി സ്വന്തം കുറ്റങ്ങൾ ഏറ്റുപറയുന്ന ഒരു കുറ്റസമ്മത മൊഴിയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 25 വിപണികളിലേക്ക് റാൻബാക്സി കയറ്റി അയച്ചിരുന്ന 200-ലധികം ഉൽപ്പന്നങ്ങളുടെ രേഖകൾ വ്യാജമാണെന്ന് അതിൽ സമ്മതിക്കുന്നുണ്ടായിരുന്നു. എന്തായിരുന്നിരിക്കാം കമ്പനിയുടെ പ്രതികരണം? കമ്പനിയുടെ തലപ്പത്തിരുന്ന മൽവീന്ദർ സിംഗും ശിവീന്ദർ സിംഗും ആ റിപ്പോർട്ട് ചവറ്റുകുട്ടയിലിട്ടു. ഠാക്കൂറിനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. തങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് ഈ കള്ളത്തരത്തിന് മുകളിലാണെന്നും അത് പുറത്തു വന്നാൽ എല്ലാം തകരുമെന്നും അവർക്ക് നന്നായി അറിയാമായിരുന്നു. റാൻബാക്സിയുടെ ഈ തട്ടിപ്പ് ഏറ്റവും ക്രൂരമായ മുഖം കാണിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആഫ്രിക്കയിലെ പാവപ്പെട്ട എയ്ഡ്സ് രോഗികളുടെ കാര്യത്തിൽ. ആഗോള ഫണ്ടിന്റെ സഹായത്തോടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് എയ്ഡ്സ് പ്രതിരോധ മരുന്നുകൾ ARV വിതരണം ചെയ്യാൻ റാൻബാക്സിക്ക് വലിയ കരാറുകൾ ലഭിച്ചിരുന്നു. ലോകം റാൻബാക്സിയെ ഒരു രക്ഷകനായി കണ്ടപ്പോൾ അവർ ആ പാവപ്പെട്ട രോഗികൾക്ക് നൽകിയത് ഗുണനിലവാരമില്ലാത്ത, ഫലപ്രാപ്തിയില്ലാത്ത പൊള്ളയായ ഗുളികകളായിരുന്നു. ഈ മരുന്നുകളിൽ ആവശ്യമായ അളവിൽ സജീവമായ ചേരുവകൾ, അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയന്റ് ഉണ്ടായിരുന്നില്ല. ചില മരുന്നുകൾ ശരീരത്തിൽ അലിഞ്ഞു ചേരാത്തവയായിരുന്നു. ഇതിന്റെ ഫലം ഭീകരമായിരുന്നു. ശരിയായ മരുന്ന് ലഭിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ച ആയിരക്കണക്കിന് രോഗികളുടെ അവസ്ഥ വഷളായി. വൈറസ് മരുന്നുകളെ പ്രതിരോധിക്കാൻ തുടങ്ങി. പലരും മരണത്തിന് കീഴടങ്ങി. റാൻബാക്സിയുടെ ലാഭക്കുതിക്ക് മുന്നിൽ ആഫ്രിക്കയിലെ എണ്ണമറ്റ മനുഷ്യജീവനുകൾക്ക് ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഇത് വെറും ഒരു ബിസിനസ് തട്ടിപ്പായിരുന്നില്ല, അതൊരു വംശഹത്യയ്ക്ക് തുല്യമായ ക്രൂരതയായിരുന്നു. താൻ ജോലി ചെയ്യുന്ന കമ്പനി താൻ ചൂണ്ടിക്കാണിച്ച തെറ്റുകൾ തിരുത്താൻ തയ്യാറല്ലെന്ന് മനസ്സിലാക്കിയ ദിനേശ് ഠാക്കൂർ 2005-ൽ ഒരു വിസിൽ ബ്ലോവർ ആയി മാറി. അതായത് തെറ്റുകൾ പുറത്തു പറയുന്ന ഒരാൾ. അദ്ദേഹം തന്റെ പക്കലുണ്ടായിരുന്ന എല്ലാ തെളിവുകളും സഹിതം അമേരിക്കൻ FDAയെ സമീപിച്ചു. അതോടെയാണ് റാൻബാക്സിയുടെ പതനം ആരംഭിക്കുന്നത്. FDA ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലുള്ള പോൻഡ സാഹിബ്, മധ്യപ്രദേശിലെ ദേവാസ് എന്നിവിടങ്ങളിലെ റാൻബാക്സി പ്ലാന്റുകളിൽ മിന്നൽ പരിശോധനകൾ നടത്തി. അവിടെ അവർ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതിനും അപ്പുറമായിരുന്നു. മരുന്ന് നിർമ്മിക്കുന്ന സ്റ്റെറൈൽ ഏരിയകളിൽ ഈച്ചകൾ പറന്നു നടക്കുന്നു. നിർമ്മാണ ഡാറ്റകൾ സൂക്ഷിക്കുന്ന ലോഗ് ബുക്കുകൾ കള്ളം പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയവയാണെന്ന് വ്യക്തമായി. ടെസ്റ്റ് റിസൾട്ടുകൾ സൂക്ഷിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ 2 തരം ഫോൾഡറുകൾ ഉണ്ടായിരുന്നു. ഒന്ന് FDA കാണിക്കാനുള്ള വ്യാജ ഡാറ്റയും മറ്റൊന്ന് യഥാർത്ഥ ഡാറ്റയും. ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ എന്ത് കള്ളം പറയണമെന്ന് ജീവനക്കാരെ പരിശീലിപ്പിച്ചിരുന്നു. തട്ടിപ്പ് കയ്യോടെ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ തെളിവുകൾ നശിപ്പിക്കാനും അവർ ശ്രമിച്ചു.
ഒരു പ്ലാന്റിൽ ഇൻസ്പെക്ടർമാർ എത്തുന്നതിന് തൊട്ട് മുൻപ് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളുടെ മുഴുവൻ ബാച്ചുകളും നശിപ്പിച്ചു കളഞ്ഞതായി കണ്ടെത്തി. അമേരിക്കൻ അന്വേഷണ സംഘം കണ്ടെത്തിയത് ഒറ്റപ്പെട്ട ചില തെറ്റുകളായിരുന്നില്ല, മറിച്ച് കമ്പനിയുടെ സിരകളിൽ ഓടുന്ന ഏറ്റവും താഴത്തെ ജീവനക്കാരൻ മുതൽ ഉടമകൾ വരെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആയിരുന്നു. ജുഗാഡ് എന്ന ഇന്ത്യൻ ശൈലി, അതായത് എന്തും എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുന്ന രീതി, മനുഷ്യന്റെ ആരോഗ്യത്തെ പണയം വെച്ചുകൊണ്ട് റാൻബാക്സി ദുരുപയോഗം ചെയ്തു. FDA അന്വേഷണം മുറുകുകയും തങ്ങളുടെ സാമ്രാജ്യം ഏതു നിമിഷവും നിലംപൊത്താമെന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോൾ സിംഗ് സഹോദരന്മാർ ഒരു അതിബുദ്ധിപരമായ നീക്കം നടത്തി. 2008 ജപ്പാനിലെ പ്രമുഖ മരുന്ന് കമ്പനിയായ ഡൈച്ചി സാങ്കോയ്ക്ക് റാൻബാക്സിയുടെ ഭൂരിഭാഗം ഓഹരികളും അവർ വിറ്റു. ഏകദേശം $4.6 ബില്യൺ ഈ കച്ചവടം നടന്നത്. ഇന്ത്യൻ ഫാർമ വ്യവസായത്തിലെ കിരീടത്തിലെ രത്നമാണ് തങ്ങൾ സ്വന്തമാക്കുന്നത് എന്നായിരുന്നു ഡൈച്ചി വിശ്വസിച്ചത്. എന്നാൽ ഈ വിൽപ്പന ഒരു മഹത്തായ ചതിയായിരുന്നു. റാൻബാക്സിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ വ്യാപ്തിയോ കമ്പനിക്കുള്ളിലെ തട്ടിപ്പുകളുടെ ആഴമോ സിംഗ് സഹോദരന്മാർ ഡൈച്ചിയെ അറിയിച്ചില്ല. തങ്ങൾ വാങ്ങിയത് ഒരു സ്വർണ്ണക്കനിയല്ല, മറിച്ച് ഒരു ടൈം ബോംബാണെന്ന് ഡൈച്ചി തിരിച്ചറിയാൻ വൈകിയില്ല. കമ്പനി ഏറ്റെടുത്തതിനു ശേഷം FDAയുടെ വിലക്കുകൾ വന്നതോടെയും ദിനേശ് ഠാക്കൂറിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നതോടെയുമാണ് തങ്ങൾ എത്ര വലിയ ചതിയിലാണ് പെട്ടതെന്ന് അവർക്ക് മനസ്സിലായത്. ഡൈച്ചിക്ക് കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടം മാത്രമല്ല, തങ്ങളുടെ സൽപ്പേരിനും വലിയ കളങ്കം സംഭവിച്ചു. വർഷങ്ങൾ നീണ്ട നിയമയുദ്ധങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ 2013 റാൻബാക്സി അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ കുറ്റം സമ്മതിച്ചു. വ്യാജരേഖ ചമയ്ക്കൽ, ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യൽ തുടങ്ങിയ 7 ക്രിമിനൽ കുറ്റങ്ങൾ അവർ ഏറ്റുപറഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിൽ ഒരു ജനറിക് മരുന്ന് കമ്പനി അടയ്ക്കുന്ന ഏറ്റവും വലിയ പിഴയായ ഏകദേശം 3000 കോടി രൂപ പിഴയായി നൽകാൻ അവർ നിർബന്ധിതരായി. ലോകം ഇതിനെ നീതിയുടെ വിജയമായി വാഴ്ത്തി. എന്നാൽ സത്യത്തിൽ അതൊരു പ്രഹസനം മാത്രമായിരുന്നു. ഈ $500 മില്യൺ പിഴ അടച്ചത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? റാൻബാക്സിയുടെ പുതിയ ഉടമകളായ ഡൈച്ചി സാങ്കിയോ ആയിരുന്നു. ഈ കൊടും ചതിക്ക് ചുക്കാൻ പിടിച്ച മൽവീന്ദർ സിംഗും ശിവീന്ദർ സിംഗും ഇതിനകം തന്നെ കമ്പനി വിറ്റ് ശതകോടികളുമായി സുരക്ഷിതരായി മാറിയിരുന്നു. ദശലക്ഷക്കണക്കിന് രോഗികളുടെ ജീവൻ അപകടത്തിലാക്കിയതിന് അവർക്ക് ലഭിച്ച ശിക്ഷ കേവലം സാമ്പത്തികമായിരുന്നില്ല, അത് ഏതാണ്ട് ഒന്നുമല്ലാതായി മാറി. ദിനേശ് ഠാക്കൂറിന് വിസിൽ ബ്ലോവർ നിയമപ്രകാരം നഷ്ടപരിഹാരത്തിന്റെ ഒരു ഭാഗം ലഭിച്ചെങ്കിലും ഈ തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരന്മാർ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടു. റാൻബാക്സി അഴിമതി ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിന്റെ വിശ്വാസ്യതയ്ക്ക് ഏൽപ്പിച്ച ആഘാതം വളരെ വലുതാണ്. ലോകത്തിന്റെ ഫാർമസി എന്ന് അഭിമാനിച്ചിരുന്ന ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മരുന്നുകളെ ലോകം സംശയത്തോടെ നോക്കാൻ തുടങ്ങി. റാൻബാക്സിക്ക് ശേഷം മറ്റ് ഇന്ത്യൻ കമ്പനികളും FDAയുടെ കർശനമായ നിരീക്ഷണത്തിലായി. പല കമ്പനികളുടെയും പ്ലാന്റുകൾക്ക് വിലക്ക് നേരിടേണ്ടി വന്നു. തട്ടിപ്പ് നടത്തിയത് ഒരു കമ്പനിയാണെങ്കിലും അതിന്റെ നാണക്കേട് പേറേണ്ടി വന്നത് ഒരു രാജ്യം മുഴുവനാണ്. റാൻബാക്സിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. അനിയന്ത്രിതമായ കോർപ്പറേറ്റ് അത്യാഗ്രഹം എത്രത്തോളം അപകടകരമാകാമെന്ന പാഠം. ലാഭം മാത്രം ലക്ഷ്യമാകുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യവും ജീവനും വെറും അക്കങ്ങളായി മാറുന്നു. റാൻബാക്സി എന്ന പേര് ഇന്ന് ഇന്ത്യയുടെ ശാസ്ത്രീയ മുന്നേറ്റത്തിന്റെ പ്രതീകമല്ല, മറിച്ച് മരുന്നിൽ മായം ചേർത്ത, രോഗികളെ വഞ്ചിച്ച, ഒരു രാജ്യത്തിന്റെ അഭിമാനത്തെ ലോകത്തിന് മുന്നിൽ പണയം വെച്ച മഹത്തായ ഒരു ചതിയുടെ പര്യായമാണ്. അത് വെറും ഒരു ബിസിനസ് പരാജയമായിരുന്നില്ല, അതൊരു ധാർമ്മിക ദുരന്തമായിരുന്നു. അതിന്റെ കറുത്ത നിഴൽ ഇന്ത്യൻ ഫാർമ വ്യവസായത്തിന് മുകളിൽ നിന്ന് ഇന്നും പൂർണ്ണമായി മാഞ്ഞു പോയിട്ടില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.